ഒരമ്മച്ചിയുണ്ട് ഞങ്ങളുടെ കൂടെ അമ്മച്ചി ചെയ്യുന്നത് ചക്ക കൊണ്ടാണ്. ചക്ക കൈ കിട്ടിയാൽ എന്തും ഉണ്ടാക്കും. ഈ പലഹാരങ്ങള്, അതുപോലെ ഫ്രൈ ചെയ്തെടുക്കല്, അതുപോലെ മീൻ വറക്കുന്ന പോലെ വറക്കല്, കുമ്പിള്, എന്തും ചക്ക കൊണ്ട്. ചക്ക കൈ കിട്ടിയാൽ കളയല. അതിന്റെ എല്ലാ സാധനം കൊണ്ടും അമ്മച്ചി പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. ഇന്ന് നമുക്ക് അമ്മച്ചി വെറൈറ്റി ആയിട്ടുള്ള 2 സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അമ്മച്ചി ഇന്ന് എന്നാ ഉണ്ടാക്കുന്നേ? ചക്ക പച്ചച്ചക്കയും കൊണ്ടാണ്. ചക്ക റോസ്റ്റ് ചെയ്തെടുക്കും അമ്മച്ചി. അതിന് അമ്മച്ചി എന്നാ ആദ്യം ചെയ്യുന്നേ? അതിന് മൈദപ്പൊടി, മീറ്റ് മസാല, പാകത്തിന് ഉപ്പ്, എന്നിട്ട് നമ്മൾ പഴംപൊരി നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ചക്ക അതിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. നമുക്ക് ചെയ്യാം. നമ്മൾ ഇത് മീറ്റ് മസാലയും ഉപ്പും മൈദപ്പൊടിയും കൂടി നമ്മൾ നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഏകദേശം നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്ന ആ ഒരു രൂപത്തിൽ നമ്മളിത് മിക്സ് ചെയ്തെടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ചക്കച്ചുള എടുത്ത് ഇതിലേക്ക് മുക്കി നമ്മൾ പഴം മുക്കി പൊരിക്കത്തില്ലേ, അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ ചക്കച്ചുള എടുത്ത് ഇങ്ങോട്ട് നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് ഫ്രൈ പാൻ ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് ഓരോ കഷ്ണം ചക്കച്ചുള എടുത്ത് നമ്മൾ ഈ മാവിൽ മുക്കി നമ്മൾ ഈ ഫ്രൈ പാനിലേക്ക് ഇത് വളരെ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടോ. ഈ ചക്ക ഇങ്ങനെ നല്ല പഴം പൊരിക്കുന്നത് പോലെ നമ്മളിങ്ങനെ പൊരിച്ച് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾക്ക് ഇങ്ങനെ 4 മണിയിലേക്ക് നമുക്ക് ചായക്കൊക്കെ നമുക്ക് നല്ല ചൂടോടുകൂടി ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചക്ക കൊണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അടുത്ത് ചക്കച്ചുളയൊക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കൂലേ, ആ ചക്കച്ചുളയും കൊണ്ടൊക്കെ നമുക്കിങ്ങനെ പരീക്ഷിക്കാവുന്നതാണ്. ഇത് നല്ലൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമ്മളിത് വറുത്ത് കോരി എടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കതിനെ 2 ഭാഗവും നമ്മൾ തിരിച്ച് മറിച്ച് വിടണം, നമ്മൾ പഴം പൊരിക്കുന്നത് പോലെ തന്നെ. ഇത് നല്ല ചൂടോടെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് തണുക്കുന്നതിന് മുന്നേ കഴിക്കണം ഇത്. ഇപ്പം നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്കിത് കോരിയെടുക്കാം. കോരി ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചാൽ അതിൻ്റെ എണ്ണയെല്ലാം വലിഞ്ഞ് ഈ ചക്കയുടെ എണ്ണയെല്ലാം ഈ ടിഷ്യൂ പേപ്പറിലോട്ട് പറ്റിപ്പിടിച്ച് ഇരുന്നോളും. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ അമ്മച്ചിയുടെ അച്ചാച്ചനെ തന്നെ വിളിക്കാം. അച്ചാച്ചൻ വാ, ഇതിലേ വാ. ഇപ്പം നമ്മുടെ അച്ചാച്ചൻ വന്നിട്ടുണ്ട്. നമുക്കിത് അച്ചാച്ചന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം അച്ചാച്ചൻ തന്നെ പറയട്ടെ. നമ്മൾ അമ്മച്ചി ഉണ്ടാക്കിയതല്ലേ. നമുക്കിനി അടുത്ത വിഭവം ഉണ്ടാക്കാൻ പോകാം. ചക്കയുടെ കൂഞ്ഞിലാണ്. കൂഞ്ഞിൽ എടുത്ത് ഇതുപോലെ ആക്കിയത് കൂഞ്ഞിലെടുത്ത് ആവി കയറ്റണം അപ്പച്ചമ്പിൽ വെച്ച്. പതുക്കെ ഒന്ന് ആവി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആവും.
എന്നിട്ട് അതെടുത്തിട്ട് കല്ലിൽ വെച്ച് പതുക്കെ ചതച്ച് ചീന്തി എടുക്കുക. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അല്ലേ? ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി. എന്നിട്ട് അതിൽ ചേർക്കേണ്ട മസാല ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് കുഴച്ച് എണ്ണയിലിട്ട് വറുത്ത് കോരുക. ഇത്ര സമയം വെക്കണം അങ്ങനെ ഇല്ല, നോക്കണ വരെ നമുക്ക് അന്നേരം തന്നെ വറുത്ത് കോരിയെടുക്കാം. ഇതിന് ഇതിലേക്ക് ഇടട്ടെ. കുറച്ച് വെള്ളം ചേർക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇത് കുഴയാനായിട്ടൊന്ന് മിക്സ് ആവാനാ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലവണ്ണം ഇവിടെ മിക്സായി. നമ്മൾ നല്ലപോലെ മസാല ഇതിൽ നല്ലവണ്ണം പിടിച്ചാൽ നമ്മളിങ്ങനെ മീനൊക്കെ വറുക്കത്തില്ലേ, നമ്മൾ മീൻ വറുക്കുന്നത് പോലത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇത് നന്നായി വറുത്ത് വരുമ്പോൾ. ഇനി നമുക്ക് സ്റ്റൗവ് ഓൺ ആക്കണം. ഈ ഫ്രൈങ് പാനിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇനി എണ്ണ ചൂടാകാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. എണ്ണ ഇപ്പോൾ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓരോ കഷ്ണം ഈ ചക്കയുടെ കൂഞ്ഞിലിൻ്റെ പീസ് നമുക്ക് ഓരോ കഷ്ണം നമുക്ക് ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നല്ലപോലെ ഇത് നമ്മളിങ്ങനെ നിരത്തി വെക്കണം. ഒരു പീസയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കരുത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കണം. എന്നാലത് നല്ലപോലെ മൊരിഞ്ഞ് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ ആ കരിവേപ്പിലയൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞ് നല്ല ചെറിയ നത്തലുമീൻ വറുത്ത് വരുന്ന പോലെ നന്ന അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇച്ചിരി ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ മറിച്ചിടാറായിട്ടുണ്ട്. ഇത് നമ്മളിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ മീനൊക്കെ തിരിച്ച് ഇട്ട് കൊടുക്കൂലേ, അതുപോലെ തന്നെ ഇതും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് ഒന്നുകൂടെ നല്ലതായിട്ട് ഉണങ്ങി വന്നതിന് ശേഷം നമ്മളിത് എടുക്കാൻ പാടുള്ളൂ. സ്റ്റൗ ഓഫാക്കാൻ പോവുകയാണ്. ഇത് മൂത്തിട്ടുണ്ട്, ഇനി കോരുവാണ്. നമ്മുടെ ചക്ക ഇവിടെ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ നമ്മൾ ശരിക്കും നമ്മുടെ ഈ കുഞ്ഞി മീനില്ലേ നത്തൽ, ആ നത്തൽ ഫ്രൈ ചെയ്ത് വെച്ചാന്ന് മാത്രമേ അറിയുള്ളൂ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് നമുക്കിപ്പോൾ മീനൊന്നും കിട്ടാത്ത സമയത്ത് ഈ ചക്കയുടെ കൂഞ്ഞിൽ എടുത്ത് ഇങ്ങനെ ചെയ്താൽ നല്ലത്. നമ്മൾ മീൻ കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കും ഇത് വറുത്തെടുക്കുമ്പം. നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? എല്ലാവരും അടിപൊളി, നല്ല സൂപ്പർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചക്കയുടെ കൂഞ്ഞിലെടുത്ത് ഇതുപോലെ ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല. കൂഞ്ഞിലാന്ന് ആരും പറയത്തുമില്ല, ആരും പറയാല ഇത് കൂഞ്ഞിലാന്ന്. അതുപോലെ നമുക്ക് ഈ സ്രാവ് മീൻ, ചെറിയ കഷ്ണം മീനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചതുരത്തിൽ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വിഭവമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.